ദേ കെട്ടും കിടക്കയൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ വീട് വരെയും പോവുകയാണ്. എനിക്കിന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ, രാത്രിയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വേഗം ഡ്രസ്സൊക്കെ അങ്ങോട്ട് മാറിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ട ഡ്രസ്സും ഐനൂസിന് വേണ്ട ഡ്രസ്സൊക്കെ ഞാനെടുത്ത് ബാഗിലാക്കുന്നുണ്ട്. അങ്ങനെ കെട്ടും കിടയൊക്കെ എടുത്തിട്ട് ഞാൻ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് ഐനൂസിന് ഡ്രസ്സ് മാറ്റിയിട്ടില്ല എന്ന് മനസ്സിലായത്. അങ്ങനെ വേഗം അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവളാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. പിന്നെ നേരെ ചെന്നിട്ട് എൻ്റെ പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ബാത്റൂമിൻ്റെ ലൈറ്റ് കെടുത്തിയോ, അതുപോലെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തോ, അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഐനൂസ് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കെട്ടും പാണ്ടയൊക്കെ നമ്മൾ കൈ പിടിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ബസ്സിനാണ് പോകുന്നത്. പിന്നെ ഞാൻ കുറച്ച് തുണികൾ പുറത്ത് തിരുമ്പിയിട്ടിട്ടുണ്ടായിരുന്നു. അത് മഴ അങ്ങനെ വന്നാൽ പണിയല്ലേ, അതുകൊണ്ടെല്ലാം കൈയോടെ അങ്ങോട്ട് എടുത്തിട്ടിട്ട് ഞാൻ പിന്നെ ഐനൂസിന് ചെരുപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഐനൂസിൻ്റെ കോലൊന്നും നോക്കണ്ട, അവൾ ഒന്നിനും സമ്മതിക്കണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് ഭയങ്കര വാശിയും കരച്ചിലൊക്കെ ആയിരുന്നു. ആൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റുകൊണ്ട് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഉമ്മയുടെ വാപ്പാടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഉമ്മാക്ക് ഇന്ന് വോട്ട് ചെയ്യണ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഉമ്മ വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അവിടെ ചെന്നപ്പോഴാണെങ്കിലും ഉമ്മയുടെ ആങ്ങളൊക്കെ കണ്ടിട്ട് വോട്ട്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ ചെന്നിട്ട് വേണം നമുക്കിനി കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിക്ക് മുന്നേ ഉമ്മക്കൊന്ന് ഹോസ്പിറ്റലിൽ കയറാനുണ്ടായിരുന്നു കേട്ടോ. ഉമ്മയുടെ കണ്ണ് ചെറുതായിട്ട് കാഴ്ചക്കുറവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് സ്പെക്സ് ഒന്ന് മാറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ ആൾ ഡോക്ടറിനെ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. പിന്നെ ഡോക്ടർ ചെക്കപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടറിനെ കാണുന്ന ഇടയിൽ തന്നെ ഐനൂസ് വാപ്പാനെ കൊണ്ട് വെള്ളമൊക്കെ വാങ്ങിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രൂട്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഉമ്മയുടെ കണ്ണാടൊക്കെ എഴുതി കൊടുത്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ കല്യാണത്തിന് റെഡിയായി നിൽക്കട്ടെ. അപ്പോൾ ഐനൂസ് വന്നില്ല. ഐനൂസ് അവിടെ വീട്ടിലിരുന്നിട്ട്. അപ്പോൾ അത്രയുള്ളൂ നമ്മളെ കുഞ്ഞു വീഡിയോ. നമ്മൾ വീഡിയോസ് പുതിയതായിട്ട് സബ്സ്ക്രൈബ് മറക്കരുത്.